ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് 29th മെയ് ആണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സാംസിനും, ബാങ്ക് എക്സാംസ്, SSC എക്സാംസ്, PSC എക്സാംസ്, എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡോക്ടർ ഗോപാലകൃഷ്ണൻ റിസീവ്സ് വാസ്വിക് ഇൻഡസ്ട്രിയൽ റിസർച്ച് അവാർഡ്. അപ്പോൾ വാസ്വിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ ലക്ഷി ഔദ്യോഗിക് സംശോധൻ വികാസ് കേന്ദ്ര, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ, ഡയറക്ടർ ഓഫ് ICAR സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് വൺ ദ പ്രസ്റ്റീജിയസ് വാസ്വിക് ഇൻഡസ്ട്രിയൽ റിസർച്ച് അവാർഡ് ഫോർ ദ ഇയർ 2020 ഇൻ ദ കാറ്റഗറി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ 2020 ഇയറിലാണിത് കിട്ടിയത്. ദ വാസ്വിക് റിസർച്ച് അവാർഡ് ഈസ് പ്രസൻറ്റഡ് ടു സയൻറ്റിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ് ഹു ഹാവ് എക്സൽഡ് ഇൻ വേരിയസ് ഫീൽഡ്സ്. അപ്പോൾ സയൻറ്റിസ്റ്റിനും റിസർച്ചേഴ്സിനുമാണ് ഈ ഒരു അവാർഡ് കൊടുക്കുക. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെച്ച സയൻറ്റിസ്റ്റിനും റിസർച്ചേഴ്സിനുമാണ് ഈ ഒരു വാസ്വിക് അവാർഡ്, ഇൻഡസ്ട്രിയൽ റിസർച്ച് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2020 വർഷത്തെ വാസ്വിക് ഇൻഡസ്ട്രിയൽ റിസർച്ച് അവാർഡ് ലഭിച്ചത് ഡോക്ടർ എ ഗോപാലകൃഷ്ണനാണ്. നെക്സ്റ്റ് ന്യൂസ്. ഇന്ത്യ ആൻഡ് UAE സൈൻ MOU ടു എസ്റ്റാബ്ലിഷ് ഫ്രെയിംവർക്ക് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് എൻഹാൻസ് ബൈലാറ്ററൽ കോപ്പറേഷൻ ഓൺ ക്ലൈമറ്റ് ആക്ഷൻ. അപ്പോൾ ഇന്ത്യയും UAEയും കൂടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രെയിംവർക്ക് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് എൻഹാൻസ് ബൈലാറ്ററൽ കോപ്പറേഷൻ ഓൺ ക്ലൈമറ്റ് ആക്ഷൻ. അപ്പോൾ ബൈലാറ്ററൽ കോപ്പറേഷൻ ഓൺ ക്ലൈമറ്റ് ആക്ഷൻ ഫെസിലിറ്റേറ്റ് ആൻഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു MOU സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സോ നെക്സ്റ്റ് ന്യൂസ്. ഗ്രോത്ത് ഓഫ് ഷാഡോ ബാങ്ക്സ് പോസസ് ത്രെറ്റ് ടു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, RBI ബാങ്ക്. അപ്പോൾ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് റെഡ് ഫ്ലാഗ്ഡ് ദ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഇൻ ഇറ്റ്സ് ആനുവൽ റിപ്പോർട്ട്, ഒബ്സർവിംഗ് ദാറ്റ് ബാലൻസ് ഷീറ്റ്സ് ഓഫ് ഷാഡോ ബാങ്ക്സ് expanded even as assets quality deteriorated. Moreover, the regulator said some of these entities pose a potential threat to financial stability as their size increased due to higher risk of appetite. അപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെയാണ് ഷാഡോ ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രോത്ത് ഓഫ് ഷാഡോ ബാങ്ക്സ് പോസസ് ത്രെറ്റ് ടു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അപ്പോൾ അവരുടെ ഗ്രോത്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഒരു ത്രെട്ടായി എന്നാണ് പറയുന്നത്. RBI റിപ്പോർട്ട് പ്രകാരം അതാണ് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ്. മൂഡീസ് കട്ട് CY22 ഇന്ത്യ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ടു 8.8% അമിഡ് റൈസിങ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷൻ കാരണം കൊണ്ട് ഇൻഫ്ലേഷൻ്റെ ഇടയിൽ ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 8.8% ആക്കിയിട്ട് ചുരുക്കിയിരിക്കുകയാണ് മൂഡീസ്. നമുക്കൊന്ന് ഡീറ്റെയിൽസ് നോക്കാം. മൂഡീസ് ഇൻവെസ്റ്റർ സർവീസ് ഹാസ് ലോവർഡ് ഇറ്റ്സ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഗ്രോത്ത് ഫോർകാസ്റ്റ് ഫോർ ഇന്ത്യ ടു 8.8% ഫോർ ദ കലണ്ടർ ഇയർ 2022 ഫ്രം ഇറ്റ്സ് മാർച്ച് എസ്റ്റിമേറ്റ് ഓഫ് 9.1%. അപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ അവർ എസ്റ്റിമേറ്റ് ഇട്ടത് 9.1% ആണ്. പക്ഷേ ഈ ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ വലിയ കാരണം കൊണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 9.1 ഉള്ളത് 8.8% ആക്കിയിട്ട് ചുരുക്കിയിരിക്കുകയാണ് മൂഡീസ്. Holding that rising inflation and interest rates will temper the economic growth momentum. Moody's expects India's retail inflation to increase to 6.8% in 2022 from 5.7% in 2022. അപ്പോൾ അതേപോലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യാനും മൂഡീസ് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6.8% ആയിരിക്കും ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ. 5.7 ആണ് ഇതിന് മുമ്പ് എസ്റ്റിമേറ്റ് ഇട്ടിരുന്നത് മൂഡീസ്. നെക്സ്റ്റ് ന്യൂസ്. HDFC Money, a robo advisory platform for all mutual fund investments launched. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. HDFC Securities has launched HDFC Money, a robo advisory platform for all mutual fund investments. HDFC Money is a 100% digital platform that doesn't involve opening or having a demat account. Robo advisory analysis the input and places recommendation of the schemes must be suitable as per the risk profile and time horizon. അപ്പോൾ HDFC Money എന്ന് പറയുന്നൊരു അഡ്വൈസറി പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് HDFC Securities.
റോബോ അഡ്വൈസറി പ്ലാറ്റ്ഫോമാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അഡ്വൈസറി പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. HDFC സെക്യൂരിറ്റീസ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേരാണ് HDFC മണി. സോ നെക്സ്റ്റ് ന്യൂസ്, പ്രൈം മിനിസ്റ്റർ ടു ഇനോഗ്രേറ്റ് വേൾഡ്സ് ഫസ്റ്റ് നാനോ യൂറിയ ലിക്വിഡ് പ്ലാന്റ് ഇൻ ഗുജറാത്ത്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ വിൽ ഇനോഗ്രേറ്റ് വേൾഡ്സ് ഫസ്റ്റ് നാനോ യൂറിയ പ്ലാന്റ് constructed at Indian Farmers Fertilizer Cooperative Limited at Kalol. The nano urea plant has been built at the cost of around 175 crore rupees in an effort to further provide farmers the means to boost productivity and help increase their income. The plant will produce about 1.5 lakh bottles of 500 ml. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് വേൾഡ്സ് ഫസ്റ്റ് നാനോ യൂറിയ പ്ലാന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലാണ്. പ്രൈം മിനിസ്റ്ററാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ന്യൂസ്, ഗവൺമെൻറ് ലോഞ്ചസ് ഇന്ത്യൻ ബിസിനസ് പോർട്ടൽ ടു ഹെൽപ്പ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ടു ഗെറ്റ് ഗ്ലോബൽ വിസിബിലിറ്റി. അപ്പോൾ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് ഗ്ലോബൽ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, ഒരു ബിസിനസ് പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ലോഞ്ച് ദ ഇന്ത്യൻ ബിസിനസ് പോർട്ടൽ. ഇന്ത്യൻ ബിസിനസ് പോർട്ടലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ദ പോർട്ടൽ വിൽ സെർവ് ആസ് എൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഹബ്ബ് ഫോർ ദ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഫോറിൻ ബയേഴ്സ്. The portal is a business-to-business digital marketplace to empower small, medium enterprises, exporters, artisans and farmers to identify new markets for their products and grow their sales globally. അപ്പോൾ ഗ്ലോബലായിട്ട് അവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്ത്യൻ ബിസിനസ് പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്. സോ നെക്സ്റ്റ് ന്യൂസ്, അദാനി എൻ്റർപ്രൈസസ് ടു അക്വയർ 50% സ്റ്റേക്ക് ഇൻ ജനറൽ എയറോനോട്ടിക്സ്. അപ്പോൾ ജനറൽ എയറോനോട്ടിക്സിൽ 50% സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോവുകയാണ് അദാനി എൻ്റർപ്രൈസസ്. ഇതിൻ്റെ ഡീറ്റെയിൽസാണ്, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ന്യൂസ്, President of India inaugurated National Women Legislators Conference 2022. അപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാംനാഥ് കോവിന്ദ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് നാഷണൽ വുമൻസ് ലെജിസ്ലേറ്റേഴ്സ് കോൺഫറൻസ്. നാഷണൽ വുമൻ ലെജിസ്ലേറ്റേഴ്സ് കോൺഫറൻസ് 2022 ഇനോഗ്രേറ്റ് ചെയ്തതാണ് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. 24 women were elected to the first Lok Sabha in 1952. സോ ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സെറ്റ് എ ടാർഗറ്റ് ടു അച്ചീവ് 100 million tons കോൾ ഗ്യാസിഫിക്കേഷൻ ബൈ 2030. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സെറ്റ് എ ടാർഗറ്റ് ടു അച്ചീവ് 100 million tons കോൾ ഗ്യാസിഫിക്കേഷൻ ബൈ 2030. The ministry has prepared a national mission document to achieve 100 million ton coal gasification by 2030. Coal gasification is a future. It is considered as a cleaner option compared to burning a coal. അപ്പോൾ കോൾ ഗ്യാസിഫിക്കേഷൻ ആണ്. അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ശരിക്കും പറഞ്ഞുതരാൻ എഴുതിയിട്ടില്ല. പക്ഷേ കോള് ഗ്യാസ് ആക്കിയിട്ട് അതിൻ്റെ എന്ന് വെച്ചാൽ കത്തിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും ഗ്യാസ് ഫോം ആക്കിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് 100 million ton കോൾ ഗ്യാസിഫിക്കേഷൻ. അപ്പോൾ കോൾ ഗ്യാസിഫിക്കേഷൻ ആയിരിക്കും ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബൈ 2030. അത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി കൂടിയാണ്. ബേണിങ് എ കോൾ ഒരുപാട് സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ഗ്യാസിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. The Ministry of Coal organized the National Mineral Congress in Bhubaneswar. അപ്പോൾ മിനിസ്ട്രി ഓഫ് കോള് നാഷണൽ മിനറൽ കോൺഗ്രസ് ഇൻ ഭുവനേശ്വർ ഓർഗനൈസ് ചെയ്തതാണ് കോൾ മിനിസ്ട്രി. നെക്സ്റ്റ് ന്യൂസ്, ഇൻ്റർനാഷണൽ വീക്ക് ഓഫ് സോളിഡാരിറ്റി വിത്ത് ദ പീപ്പിൾസ് ഓഫ് നോൺ സെൽഫ് ഗവർണിംഗ് ടെറിട്ടറീസ് 25 to 31 May. ഇൻ്റർനാഷണൽ വീക്ക് ഓഫ് സോളിഡാരിറ്റി വിത്ത് ദ പീപ്പിൾസ് ഓഫ് നോൺ സെൽഫ് ഗവർണിംഗ് ടെറിട്ടറീസ് 25 to 31 May. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. United Nations is observing the International Week of Solidarity with the peoples of non-self-governing territories from 25th to 31st 2022. അപ്പോൾ 25th to 31st May 2022 ആണ് ഇൻ്റർനാഷണൽ വീക്ക് ഓഫ് സോളിഡാരിറ്റി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. യുണൈറ്റഡ് നേഷൻസ് ആണ് അത് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. In the United Nations Charter, a non-self-governing territory is defined as territory whose people have not yet attained a full measure of self-government.
At present, there are 17 non-self-governing territories remaining. അപ്പോൾ നോൺ സെൽഫ് ഗവർണിംഗ് ടെറിട്ടറീസ് എന്ന് വെച്ചാൽ എന്താണെന്നും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഹൂസ് പീപ്പിൾ ഹാവ് നോട്ട് അറ്റ് അറ്റൈൻ ഫുൾ മെഷർ ഓഫ് സെൽഫ് ഗവൺമെൻറ്. സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഫുൾ മെഷർ അറ്റൈൻ ചെയ്യാത്ത രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ടെറിട്ടറിയാണ് നോൺ സെൽഫ് ഗവർണിംഗ് ടെറിട്ടറീസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, IIT കാൺപൂർ സൈൻസ് എ ജോയിൻറ്റ് എഗ്രിമെൻറ്റ് വിത്ത് CSIS USA ടു ക്രിയേറ്റ് എ ഗ്ലോബൽ ജസ്റ്റ് ട്രാൻസിഷൻ നെറ്റ്വർക്ക്. അപ്പോൾ IIT കാൺപൂർ സൈൻ ചെയ്തിരിക്കുകയാണ് ജോയിൻറ്റ് എഗ്രിമെൻറ്റ് വിത്ത് CSIS USA ടു ക്രിയേറ്റ് എ ഗ്ലോബൽ ജസ്റ്റ് ട്രാൻസിഷൻ നെറ്റ്വർക്ക്. ജസ്റ്റ് ട്രാൻസിഷൻ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് അവരൊരു IIT കാൺപൂർ സൈൻ ചെയ്തിരിക്കുകയാണ് ജോയിൻറ്റ് എഗ്രിമെൻറ്റ് CSIS USA വെച്ചിട്ട്. So Just Transition Research Center at Indian Institute of Technology, Kanpur has joined with the Energy Security and Climate Change Program at the Center for Strategic and International Studies, Washington DC, to work on just energy transition globally, including India. Professor Pradeep Swarnakar, founder of JRTC, IIT Kanpur. അപ്പോൾ IIT കാൺപൂറാണ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. CSIS USA, CSIS എന്ന് വെച്ചാൽ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിൻ്റെ USAയിലത്തെ ആ ഒരു CSISും കൂടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ടു ക്രിയേറ്റ് ഗ്ലോബൽ ജസ്റ്റ് ട്രാൻസിഷൻ നെറ്റ്വർക്ക്. ഗ്ലോബൽ ജസ്റ്റ് ട്രാൻസിഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, RBI imposes 45 lakh rupees penalty on MUFG Bank. അപ്പോൾ RBI 45 lakh പെനാൽറ്റി ചുമത്തിയിരിക്കുകയാണ് MUFG ബാങ്കായിട്ട്. MUFG ബാങ്ക് ലിമിറ്റഡ് ഇസ് ദ ലാർജസ്റ്റ് ബാങ്ക് ഇൻ ജപ്പാൻ. ഹെഡ് ക്വാർട്ടേഴ്സ് ചിയോഡ സിറ്റി, ടോക്കിയോ, ജപ്പാൻ. അതാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI അല്ല, MUFG ബാങ്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് എ ബാങ്ക് ഫെയിൽഡ് ടു പുട്ട് ഇൻ പ്ലേസ് സ്ട്രേറ്റ് ത്രൂ പ്രോസസ്സിംഗ് ബിറ്റ്വീൻ കോർ ബാങ്കിങ് സിസ്റ്റംസ്, accounting system and swift messaging system for transactions, creating non-funded exposure or exposure with financial implications within the time limit of 30th April 2018 according to an RBI release. അപ്പോൾ RBI ഇന്ത്യ സെൻട്രൽ ബാങ്ക് 45 ലക്ഷം രൂപ പെനാൽറ്റി ചുമത്തിയിരിക്കുകയാണ് MUFG ബാങ്ക്, ജപ്പാനിലെ MUFG ബാങ്കിന്. നെക്സ്റ്റ് ന്യൂസ്, യൂണിഫോം സിവിൽ കോഡ്, ധാമി ഗവൺമെൻറ് ഫോംസ് പാനൽ ടു UCC, അതായത് യൂണിയൻ സിവിൽ കോഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻ ഉത്തരാഖണ്ഡ്. അപ്പോൾ ധാമി ഗവൺമെൻറ് ഒരു പാനൽ ഫോം ചെയ്തിരിക്കുകയാണ്, അതായത് യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനൽ ഫോം ചെയ്തിരിക്കുകയാണ് ധാമി ഗവൺമെൻറ്. ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് അനൗൺസ്ഡ് എ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ടു ഇംപ്ലിമെൻറ്റ് ദ മച്ച് ഡിബേറ്റഡ് യൂണിഫോം സിവിൽ കോഡ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ടു ഇംപ്ലിമെൻറ്റ് ദ മച്ച് ഡിബേറ്റഡ് യൂണിഫോം സിവിൽ കോഡ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് സ്റ്റേറ്റിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തിരിക്കുകയാണ് ധാമി ഗവൺമെൻറ്. ദ കമ്മിറ്റി വിൽ ബി ഹെഡഡ് ബൈ റിട്ടയർഡ് സുപ്രീം കോർട്ട് ജഡ്ജ് രഞ്ജന ദേശാൽ വിത്ത് റിട്ടയർഡ് ഡൽഹി ഹൈക്കോർട്ട് ജഡ്ജ് പ്രമോദ് കോഹ്ലി. ex-state chief secretaries Shatrughan Singh, Manu Gaud and Surekha Dangwal will be the remaining members of it. അപ്പോൾ അതിൻ്റെ ഹെഡ് ആയിരിക്കും രഞ്ജന ദേശാൽ, റിട്ടയർഡ് സുപ്രീം കോർട്ട് ജഡ്ജായ രഞ്ജന ദേശാൽ ആയിരിക്കും അതിൻ്റെ ഹെഡ്. റിട്ടയറിങ് അതേപോലെ റിട്ടയർഡ് ഡൽഹി ഹൈക്കോർട്ട് ജഡ്ജ് പ്രമോദ് കോഹ്ലി, എക്സ് ചീഫ് സെക്രട്ടറീസ് ശത്രുഘ്നൻ സിംഗ്, ഇവരെല്ലാവരും അതിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും. ഹെഡ് രഞ്ജന ദേശാൽ ആയിരിക്കും. സോ യൂണിഫോം സിവിൽ കോഡ് ധാമി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനൽ ഫോം ചെയ്തിരിക്കുകയാണ്. ആ പാനലിൻ്റെ ഹെഡാണ് രഞ്ജന ദേശാൽ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജസ്റ്റിസ് പ്രദീപ് കുമാർ മോഹന്തി അപ്പോയിൻറ്റഡ് ആക്ടിംഗ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ. ജസ്റ്റിസ് പ്രദീപ് കുമാർ മോഹന്തി ഒരു അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ആക്ടിംഗ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അപ്പോയിൻറ്റഡ് ജസ്റ്റിസ് പ്രദീപ് കുമാർ മോഹന്തി. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ജസ്റ്റിസ് പ്രദീപ് കുമാർ മോഹന്തിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ് അപ്പോയിൻറ്റ് ചെയ്തത് ആക്ടിംഗ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാലായിട്ട്. അപ്പോൾ ജസ്റ്റിസ് പ്രദീപ് കുമാർ മോഹന്തിയെ ആക്ടിംഗ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. നെക്സ്റ്റ് ന്യൂസ്, ₹100 is the most preferred bank note, 2000 is the least.
RBI സർവേ. അപ്പോൾ RBI സർവേ പ്രകാരം 100 രൂപ നോട്ടാണ് മോസ്റ്റ് പ്രിഫേർഡ് ബാങ്ക് നോട്ടായിട്ട് സെലക്ട് ആയിരിക്കുന്നത്. 2000 റുപ്പി നോട്ട് ലീസ്റ്റ് പ്രിഫേർഡ് നോട്ടാണ്, അതായത് ആർക്കും വേണ്ട അല്ലെങ്കിൽ ലെസ് പ്രിഫേർഡ്, അതായത് കുറച്ച് പേർക്ക് അതിൻ്റെ പ്രിഫറൻസ് കൊടുക്കുന്നുള്ളൂ. മോസ്റ്റ് പ്രിഫേർഡ് 100 റുപ്പി നോട്ടാണ്. The Reserve Bank of India's banknote survey of consumers findings revealed that among banknotes 100 rupees was the most preferred while 2000 was the least preferred denomination. അപ്പോൾ 100 രൂപയാണ് മോസ്റ്റ് പ്രിഫേർഡ്, 2000 രൂപ ലീസ്റ്റ് പ്രിഫേർഡ് ബാങ്ക് നോട്ടാണ്. among coins, അപ്പോൾ കോയിൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിനോമിനേഷൻസ് ഓഫ് 5 വാസ് ദ മോസ്റ്റ് പ്രിഫേർഡ് whereas 1 വാസ് ലീസ്റ്റ് പ്രിഫേർഡ്. അപ്പോൾ അതേപോലെ കോയിൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5 റുപ്പി കോയിനാണ് മോസ്റ്റ് പ്രിഫേർഡ്, അതേപോലെ 1 റുപ്പി കോയിൻ ലീസ്റ്റ് പ്രിഫേർഡ് ആണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവരി വൺ.